തൃച്ചംബരത്ത് കൊടിയും മുളയും നിവർന്നു. ഭക്തിയുടെ ആനന്ദത്തിൻ്റെ നിർവൃതിയുടെ കൊടിമരത്തിലേക്ക് കൊടിക്കൂറ പൊങ്ങി നിവർന്നു. ഇനി തൃച്ചംബരത്ത് ഉത്സവത്തിൻ്റെ രാപ്പകലുകൾ. ആലവട്ടവും വെഞ്ചാമരവും കുത്തുവിളക്കുകളും പന്തങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിക്കും രക്ഷയ്ക്കുമായി മഞ്ഞവടിക്കാരായ പടയാളികൾ, ഒപ്പം ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ ബാലലീലകൾ. തൃച്ചംബരത്ത് ഉത്സവം കാണേണ്ടതു തന്നെ. കുംഭം 22-ന് കൊടിയും മുളയും നീരുന്നതോടെ തുടങ്ങിയ ഉത്സവം മീനം 6-ന് കൂടിപ്പിരിയലോടെയാണ് സമാപിക്കുക. വസുദേവരും ദേവകിയും കംസൻ്റെ കാരാഗൃഹത്തിലായിരുന്നതിനാൽ ജനിച്ചയുടനെ ശ്രീകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ബാല്യകാല ലീലകളൊന്നും മാതാപിതാക്കൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവരുടെ ബാലലീലകളുടെ വിശേഷങ്ങൾ വസുദേവരും ദേവകിയും കേട്ടറിഞ്ഞു. കംസനിഗ്രഹത്തിന് ശേഷം ആ ബാലലീലകൾ കാണാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ശ്രീകൃഷ്ണനോട് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. വസുദേവർക്കും ദേവകിക്കും വേണ്ടിയാടിയ ബാലലീലകളുടെ ഓർമ്മയായാണ് തൃച്ചംബരം ക്ഷേത്രോത്സവം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചിട്ടപ്പെടുത്തിയതാകട്ടെ സാക്ഷാൽ ഭാർഗവരാമനും. ഈ മഹോത്സവം കാണാൻ 30 കോടി ദേവതകളും എത്തുമെന്നാണ് വിശ്വാസം. മൺമറഞ്ഞുപോയ പൂർവികരുടെ ആത്മാക്കളും ഈ ഉത്സവം കാണാൻ എത്തുമെന്നാണ് ഐതിഹ്യം. തങ്ങളുടെ ഇളം മുറക്കാരെ നേരിട്ട് കാണാനാണ് ഇവർ എത്തുന്നത്. പുല വാലായ്മ ഉള്ളവർക്ക് പോലും ഒരു ദിവസമെങ്കിലും ഉത്സവം കാണാൻ തക്ക രീതിയിലാണ് ഇത്രയും ദീർഘനാൾ ഉത്സവം കൊണ്ടാടുന്നത്. പടഹാദി, ധ്വജാദി, അങ്കുരാദി എന്നിങ്ങനെയുള്ള വിവിധ ഉത്സവ രീതികളെല്ലാം നമുക്ക് തൃച്ചംബരത്ത് ദർശിക്കാം. തിടമ്പു നൃത്തത്തിൻ്റെ പതിവ് ചിട്ടകളും രീതികളും ഒന്നും ഇവിടെ ബാധകമല്ല. ഗോവിന്ദ ഗോവിന്ദ എന്ന ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ഓട്ടവും ചാട്ടവും നൃത്തവും ഒക്കെയുള്ള രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ. തിടമ്പു നൃത്തത്തിൻ്റെ ഉത്ഭവം തന്നെ തൃച്ചംബരത്താണെന്ന് പറയപ്പെടുന്നു. ആനയും നെറ്റിപ്പട്ടവും ആനപ്പുറത്ത് എഴുന്നള്ളത്തുമില്ലാത്ത ഉത്സവം. എന്നാൽ തൃച്ചംബരത്ത് ഉത്സവം ഒരു മഹോത്സവം തന്നെ. സമാനതകളില്ലാത്ത ഒരു ജനതയാകെ നെഞ്ചേറ്റുന്ന മഹോത്സവം. എങ്ങും ഗോവിന്ദ നാമസങ്കീർത്തനങ്ങൾ. തൃച്ചംബരത്ത് ജാതി മതഭേദമന്യേ ഇനി ഉത്സവത്തിൻ്റെ ഉത്സാഹനാളുകൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.